മതേതര രാജ്യത്ത് പ്രധാനമന്ത്രിയാണോ ക്ഷേത്രത്തിൽ കൊടിയേറ്റേണ്ടത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. 2 ആണ്ട് മുമ്പ് ഇതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അയോധ്യയിലെ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത്. പക്ഷേ അയോധ്യയിൽ കൊടിയേറ്റി പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ സൂക്ഷ്മതയോടെ കേൾക്കേണ്ടതാണ്. നുണകൾക്ക് മേൽ സത്യം വിരാജിക്കുമെന്നാണ് ഈ കൊടിയേറ്റം കാണിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഏതാണ് ആ നുണകൾ? അത് അവിടെ ഉണ്ടായിരുന്ന പള്ളിയല്ലാതെ മറ്റെന്താണ്? അശോക് സിംഗാളിന് ഇന്ന് സമാധാനം കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് അതേ ചടങ്ങിൽ പറഞ്ഞത്. ആരാണ് അശോക് സിംഗാൾ? ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിയാൻ നേതൃത്വം നൽകിയ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവാണ്. ഇതേ മോഹൻ ഭാഗവതാണ് 2 ദിവസം മുൻപ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചത്. ഇതുവരെ നമ്മുടെയൊക്കെ അറിവിൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അത് ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞത് നമ്മളാരും അറിഞ്ഞിരുന്നില്ല. RSS സർസംഘചാലക് പറയുമ്പോഴാണ് ഇങ്ങനെയും സംഭവിച്ചോ എന്ന അമ്പരപ്പുണ്ടാക്കുന്നത്. രാമക്ഷേത്രത്തിൽ പതാക ഉയർത്തി പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളും 2 ദിവസമായി ഉത്തർപ്രദേശിൽ മോഹൻ ഭാഗവത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇന്ത്യ നമ്മളറിയാതെ ഹിന്ദു രാഷ്ട്രമായോ? ഇന്ത്യ ഹിന്ദു രാഷ്ട്രവും ഹിന്ദു സമൂഹവുമാണെന്നാണ് RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞത്. ഇന്ത്യ ഒരു കാലത്ത് വിശ്വഗുരുവായിരുന്നു. എന്നാൽ അധിനിവേശങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളെ നശിപ്പിച്ചു. നിർബന്ധിത മതപരിവർത്തനം രാജ്യത്തെ അടിമത്തത്തിലേക്ക് തള്ളിവിട്ടു. അധിനിവേശത്തിന്റെ നാളുകൾ കഴിഞ്ഞു. രാമക്ഷേത്രത്തിന് മുകളിൽ പതാക ഉയർത്തി നൂറ്റാണ്ടുകളുടെ അടിച്ചമർത്തലുകൾക്ക് മേൽ ഇന്ത്യയുടെ സാംസ്കാരിക സ്വത്വം വിജയിച്ചു. ഇത്രയുമാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. അയോധ്യയിൽ പതാക ഉയർത്തിയ ശേഷം ഭാഗവത് മറ്റൊന്നുകൂടി പറഞ്ഞു. ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്നതാണ് കാവിനിറം. അയോധ്യയ്ക്ക് മേൽ കാവിക്കൊടി പാറിയതോടെ ധർമ്മം നടപ്പിലായി എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. ഇതുവരെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോഴാണ് ഇന്ത്യയുടെ ധർമ്മം പാലിക്കപ്പെടുന്നു എന്ന് നമ്മൾ കരുതിയത്. സ്വാതന്ത്ര്യ ദിനങ്ങളിൽ പ്രധാനമന്ത്രി അവിടെ എത്തുകയും രാഷ്ട്രപിതാവിന് ആദരമർപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ രാംലല്ലയ്ക്ക് പൂജ നടത്തുകയും ക്ഷേത്രത്തിന് മുകളിൽ കാവിക്കൊടി ഉയർത്തുകയും ചെയ്യുന്നതോടെയാണ് രാഷ്ട്രധർമ്മം നടപ്പാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ മോഹൻ ഭാഗവത് പ്രസംഗിച്ചത് കൊണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാവിക്കൊടി ഉയർത്തിയത് കൊണ്ടോ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുമോ? നമുക്ക് മഹത്തായ ഒരു പാരമ്പര്യവും സുശക്തമായ ഭരണഘടനയുമുണ്ട്. ആ ഭരണഘടന അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ആ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രം തന്നെയാണ്. അതങ്ങനെയല്ല എന്ന് ആരാവർത്തിച്ചു പറഞ്ഞാലും മതേതര രാഷ്ട്രം അല്ലാതാകുന്നില്ല. നരേന്ദ്രമോദിയും മോഹൻ ഭാഗവതും യോഗി ആദിത്യനാഥും ഒന്നിച്ചൊരു വേദിയിലെത്തി പതാക ഉയർത്തി എന്നതുകൊണ്ട് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രം എന്ന് വിളിക്കാൻ കഴിയില്ല. ചരിത്രപരമായും സാമൂഹികമായും ഇന്ത്യ മതേതര രാഷ്ട്രം തന്നെയാണ്. ഇതിന്റെ ഓരോ ശിലകളും പാകിയിരിക്കുന്നത് അങ്ങനെയാണ്. രാജ്യത്ത് കഴിഞ്ഞ 11 വർഷത്തിലേറെയായി നടക്കുന്ന കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടായിരുന്നു. അയോധ്യയിൽ പ്രധാനമന്ത്രി ശിലിയിട്ടതും പിന്നീട് പ്രതിഷ്ഠ നടത്തിയതും ഇപ്പോൾ കൊടിയേറ്റിയതും മാത്രമല്ല അക്കാര്യങ്ങൾ. കശ്മീരിന്റെ പ്രത്യേക പദവിയുടെ കാര്യത്തിലും പൗരത്വ നിയമത്തിന്റെ കാര്യത്തിലും ഇപ്പോൾ SIR നടപ്പാക്കുന്ന രീതിയിലുമെല്ലാം ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നു. കറൻസി അസാധുവാക്കിയത് പോലും ചില മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടാണെന്ന് ധ്വനിപ്പിച്ചു. ഇനി രാജ്യത്ത് അടുത്ത് നടപ്പാക്കാൻ ഇടയുള്ളത് എന്താണ്? അത് ഏക സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡിലേക്ക് രാഷ്ട്രം പോവുകയാണോ എന്ന സംശയമാണ് ഇപ്പോഴത്തെ നേതാക്കളുടെ പ്രസംഗങ്ങൾ ഉയർത്തുന്നത്. ഏക സിവിൽ കോഡ് അംഗീകരിക്കുക എന്നാൽ ഹിന്ദു രാഷ്ട്രമായി മാറുക എന്നാണ്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുന്നു എന്ന് ഇപ്പോൾ മതേതര വിശ്വാസികളും പുരോഗമന പ്രസ്ഥാനക്കാരും ആശങ്കയോടെ പറയുന്നതല്ല. RSS മേധാവി തന്നെ ഹിന്ദു രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന മട്ടിലാണ് RSS ഇവിടുത്തെ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നതും നടപ്പാക്കുന്നതും. ഇന്ത്യക്ക് പക്ഷേ അത്ര വേഗം ഒരു ഹിന്ദു രാഷ്ട്രമായി മാറാൻ കഴിയില്ല. RSS മേധാവി പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യ ഹിന്ദു രാഷ്ട്രം ആവുകയുമില്ല. പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറിയപ്പോൾ ഇന്ത്യ മതേതര റിപ്പബ്ലിക്കായാണ് രൂപമെടുത്തത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൈനരും ബുദ്ധരുമെല്ലാം നിറഞ്ഞതാണ് ഇന്ത്യ. ഇന്ത്യക്ക് അങ്ങനെ മാത്രമേ നിലനിൽക്കാനും സാധിക്കുകയുള്ളൂ. BJPയുടെ എക്കാലത്തെയും വലിയ പ്രചരണായുധമാണ് ഏകീകൃത സിവിൽ കോഡ്. എല്ലാ മതങ്ങളുടെയും സാരാംശങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമം എന്നല്ല അതർത്ഥമാക്കുന്നത്. ഒരു നിയമം എല്ലാവർക്കും എന്നാണ്. ആ ഒരു നിയമം ഹിന്ദു നിയമമല്ലാതെ മറ്റെന്താണ് എന്ന ചോദ്യമാണ് ഉയർന്നിരുന്നത്. ഇപ്പോൾ RSS മേധാവി തന്നെ പറയുന്നു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞുവെന്ന്. അങ്ങനെയുള്ള ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്നത് ഏകീകൃത സിവിൽ നിയമം എന്ന പേരിൽ ഹിന്ദു സിവിൽ നിയമമാകും. ഹിന്ദുക്കൾക്കുള്ള ഹിന്ദു മാരേജ് ആക്ടും ഹിന്ദു പിന്തുടർച്ച നിയമവും മുസ്ലിം വ്യക്തിഗത നിയമവും ക്രിസ്ത്യൻ നിയമങ്ങളും എല്ലാം ഇല്ലാതാകും. പകരം ഏകീകൃത സിവിൽ നിയമം എന്ന പേരിൽ നടപ്പാക്കുന്നത്
സ്വാഭാവികമായും ഹിന്ദുക്കൾക്ക് മുൻഗണനയുള്ള നിയമമാകും. മോഹൻ ഭാഗവത് പറയുന്ന ഹിന്ദു രാഷ്ട്രത്തിൽ നടപ്പാക്കുന്നത് മറ്റെന്താകാനാണ്? പൗരന്മാർക്കെല്ലാം ബാധകമായ ഏക നിയമം നടപ്പാക്കാൻ രാഷ്ട്രം പ്രതിജ്ഞാബദ്ധമാണ് എന്നൊരു വാചകം ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അത് പക്ഷേ രാഷ്ട്രം സമ്പൂർണമായി മതേതരമാവുക എന്ന ലക്ഷ്യത്തിൽ എഴുതി ചേർത്തതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നിയമം എന്ന അർത്ഥത്തിലായിരുന്നു ആ പ്രയോഗവും. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്ന വാദത്തിനൊപ്പം ചേർത്ത് വെക്കാവുന്നതല്ല അത്തരം വാചകങ്ങൾ. എല്ലാവർക്കും ഒരേ നിയമം വേണം എന്ന ഒരു നിർദ്ദേശം എന്നതിനപ്പുറം അത് നിർബന്ധമായി നടപ്പാക്കണം എന്ന അർത്ഥത്തിലുമല്ല ഭരണഘടനയിൽ പറയുന്നത്. ആർട്ടിക്കിൾ 25 അനുസരിച്ച് നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്. അവിടെ ഹിന്ദു മതം മാത്രം മതി എന്ന നില വന്നാൽ എന്താകും സ്ഥിതി? ലഭിച്ച അധികാരം എല്ലാ കാലത്തേക്കുമായി നിലനിർത്തുക എന്നതാണ് ഇപ്പോൾ BJPയുടെ ലക്ഷ്യം. അതിനുള്ള ശ്രമങ്ങളാണ് RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾക്ക് മുറിവേറ്റാലും ഈ ആശയങ്ങൾ തന്നെ പ്രചരിക്കപ്പെടണം എന്ന് ഇരു സംഘടനകളും ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി തന്നെ വന്ന് ക്ഷേത്രത്തിന് ശിലയിടുന്നതും പ്രതിഷ്ഠ നടത്തുന്നതും കൊടിയേറ്റുന്നതും. മോഹൻ ഭാഗവത് പറഞ്ഞ ഈ വാചകങ്ങൾ ശ്രദ്ധിക്കുക. ക്ഷേത്രത്തിന് മുകളിൽ പതാക ഉയർത്താൻ സുദീർഘമായി നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഈ ക്ഷേത്രം നിർമ്മിക്കാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 500 വർഷം എന്നത് മാറ്റിവെക്കാം. അപ്പോൾ പോലും 30 വർഷം എടുത്തു. ഇതാണ് മോഹൻ ഭാഗവത് പറഞ്ഞ വാചകങ്ങൾ. 30 വർഷം എന്നത് എന്ത് കണക്കാണ് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? അത് ബാബറി മസ്ജിദ് തകർത്ത ദിവസം മുതലുള്ള 30 വർഷമാണ്. സുപ്രീം കോടതി ഉത്തരവിട്ടിട്ട് 6 വർഷം കൊണ്ട് പതാക ഉയർത്തി. എന്നാൽ ബാബറി മസ്ജിദ് തകർത്തിട്ട് 30 വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. ആ വാചകത്തിൽ RSSന്റെയും BJPയുടെയും ഇപ്പോഴത്തെ ചിന്തകൾ മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. 30 വർഷം കാത്തിരിക്കേണ്ടി വന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം അല്ലാതിരുന്നത് കൊണ്ടാണ്. ഹിന്ദു രാഷ്ട്രമായിരുന്നെങ്കിൽ ഇവിടെ എപ്പോഴേ ഇവർ ഇതൊക്കെ നടപ്പിലാക്കുമായിരുന്നു. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.